ദേശീയപാതയിലെ വിള്ളലിൽ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. KNR കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്തു എന്ന് മനസ്സിലാകുന്നു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കമ്പനിക്ക് തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല എന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്രം സ്വീകരിക്കുകയാണ്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, ഇത്തരത്തിലുള്ളൊരു ദേശീയപാത തകർന്നതിൽ കേന്ദ്രം നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം? റഷീദ്. റഷീദ്, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് ചോദ്യം ആവർത്തിക്കാമോ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ദേശീയപാത തകർന്നു തുടർന്നുണ്ടായ ഒരു നടപടിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ KNR കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്തെന്ന് മനസ്സിലാകുന്നു. അതിന് തീർച്ചയായും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം മറ്റു കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടികളുമായി ഇപ്പോൾ കേന്ദ്ര റോഡ് മന്ത്രാലയം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ദേശീയപാതയിൽ വിള്ളലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള ഒരു പഠനം കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തിരുന്നു. രണ്ടംഗ സംഘം കഴിഞ്ഞ ദിവസം ഈ മേഖലകളിൽ പ്രധാനമായും മലപ്പുറം ജില്ലയിലെ കൂരിയാട്, അതോടൊപ്പം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് മേഖലകളും മറ്റു കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ രണ്ടംഗ സംഘം എത്തി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മിക്ക മേഖലകളിലും ഈ ഇത്തരത്തിൽ റോഡ് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയിട്ടുള്ള KNR കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്യുന്ന കർശന നടപടിയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ KNR കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെയും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ രണ്ട് കമ്പനികൾക്കും ഇനി ഭാവിയിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാറുകളിൽ ഏർപ്പെടാൻ ആവില്ല എന്ന ഒരു നിബന്ധന കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു സമീപനം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായാലും അതൊക്കെ തന്നെയും ഇപ്പോൾ വെളിപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഒക്കെ തന്നെയും വഹിച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര സർക്കാരുമാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഈ ദേശീയപാതയിൽ പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ കൂരിയാടിൽ വലിയ ഭീതി പരത്തുന്ന രീതിയിലുള്ള ഒരു വിള്ളലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കർശനമായിട്ട് നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു തുടർ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും KNR കൺസ്ട്രക്ഷൻ കമ്പനിയെയും അതോടൊപ്പം അതിന്റെ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ഈ രണ്ട് കമ്പനികൾക്കും ഇനി ഭാവിയിൽ കേരളത്തിലെയോ അല്ലെങ്കിൽ രാജ്യത്തെയോ ഏതെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടാനാകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു IIT ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള KR റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സമിതിയെ രൂപീകരിക്കുകയും ചെയ്തിരുന്നാലും വരും ദിവസങ്ങളിൽ അവരും ഈ മേഖലയിലെത്തി അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വിള്ളൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട കർശനമായിട്ടുള്ള നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുകയാണ്. അതിര ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂരിയാട് ദേശീയപാതയിലെ വിള്ളലിൽ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിരിക്കുന്നു. കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരിക്കുന്നു. ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും ഡീബാർ ഉണ്ട്, വിലക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.